ആൻഡ് സി എഡ്യൂക്കേഷന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾ എല്ലാവരും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സെക്കൻഡ് ഇയർ മാനേജ്മെന്റിന്റെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആവറേജസ്, അതിലെ അരിത്തമെറ്റിക് മീൻ നമ്മൾ 3 സീരീസ് വഴിയുള്ള കണക്കുകൾ ചെയ്ത് കഴിഞ്ഞു. ഇൻഡിവിജ്വൽ സീരീസ് വഴിയുള്ള പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞു. ദെൻ ഡിസ്ക്രീറ്റ് സീരീസ് 2 മെത്തേഡ്, ഡയറക്റ്റ് മെത്തേഡ്, ഷോർട്ട് കട്ട് മെത്തേഡ്. ദെൻ കണ്ടിന്യൂസ് സീരീസിന്റെ ഡയറക്റ്റ് മെത്തേഡ്, ഷോർട്ട് കട്ട് മെത്തേഡ് നിങ്ങൾ എല്ലാം പഠിച്ചു കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്ത് പോകുന്നത് ഇവിടെ ഇന്ന് നമ്മൾ 2 കാര്യം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കമ്പൈൻഡ് മീൻ ആൻഡ് കറക്ഷൻ ഇൻ മീൻ. ഓക്കെ, അല്ല ആദ്യം പഠിക്കും എന്താണ് കമ്പൈൻഡ് മീൻ. കമ്പൈൻഡ് മീൻ നമുക്ക് ആദ്യം പഠിക്കേണ്ടത് കമ്പൈൻഡ് മീൻ ആൻഡ് കറക്ഷൻ. ഈ 2 ടേമാണ് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. നമുക്ക് ഈ കമ്പൈൻഡ് മീൻ അല്ലെങ്കിൽ കറക്ഷൻ ഇൻ മീൻ പഠിച്ചു വെച്ചിരിക്കാൻ നല്ല വൃത്തിയായിട്ട്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അയക്കുന്ന എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എന്താണ് കമ്പൈൻഡ് മീൻ? നമ്മൾ മീൻ പഠിച്ചു. ഓരോ സീരീസ് തരികയാണെങ്കിൽ അത് ഇൻഡിവിജ്വൽ സീരീസ് ആയിക്കോട്ടെ, ഡിസ്ക്രീറ്റ് സീരീസ് ആയിക്കോട്ടെ, കണ്ടിന്യൂസ് സീരീസ് ആയിക്കോട്ടെ, നമുക്കൊരൊറ്റ സീരീസാണ് തരുന്നത്. ഇൻഡിവിജ്വൽ സീരീസിന്റെ ഒരു സീരീസ് തരും, നമ്മൾ അതിന്റെ എക്സ് ബാർ കണ്ടുപിടിക്കും. അതല്ല ഡിസ്ക്രീറ്റ് സീരീസിന്റെ ഒരു സീരീസ് തരും, നമ്മൾ അതിന്റെ ഡയറക്റ്റ് മെത്തേഡ് ഉപയോഗിച്ചോ ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിച്ചോ നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? അരിത്തമെറ്റിക് മീൻ നമ്മൾ കണ്ടുപിടിച്ചു, എക്സ് ബാർ കണ്ടുപിടിച്ചു. ദെൻ കണ്ടിന്യൂസ് സീരീസ് എന്താണ് ക്ലാസ് വൈസ് നമുക്ക് സീരീസ് തരും. നമ്മൾ അതിന്റെ മാർക്ക് അല്ലെങ്കിൽ വേജസോ എന്താണെങ്കിലും നമ്മൾ അതിന്റെ അരിത്തമെറ്റിക് മീൻ കണ്ട് ഏതൊക്കെ മെത്തേഡ്, ഡയറക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിച്ച് കണക്കാക്കും. ഇവിടെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കമ്പൈൻഡ് മീൻ എന്ന് പറഞ്ഞാൽ ഒരു സീരീസിന്റെ അകത്ത് തന്നെ 2 or 3 കമ്പോണന്റ് സീരീസ് ഉണ്ടാവുകയാണെങ്കിൽ, ഓക്കെ, ഇഫ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസ് കൺസിസ്റ്റ് ഓഫ് 2 or more component series, then we can calculate the mean and number of each component series are known. We can compute mean of the entire series. എന്താ പറയുന്നത്? നമുക്കൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസ് കൺസിസ്റ്റ് ഓഫ് 2 or more component സീരീസ്. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസിൽ 2 or അതിലധികമോ കമ്പോണന്റ് സീരീസ് ഉണ്ടെങ്കിൽ ആ ഓരോ കമ്പോണന്റ് സീരീസിന്റെയും എക്സ് ബാറും നമ്പറും ടോട്ടൽ നമ്പറും നമുക്ക് അറിയാമെങ്കിൽ, എക്സ് ബാറും ടോട്ടൽ നമ്പറും ടോട്ടൽ ഫ്രീക്വൻസി നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ആ എല്ലാ സീരീസിനെയും കൂടെ ചേർത്ത് ഒരുമിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കമ്പ്യൂട്ട് ദ മീൻ ഓഫ് എൻറ്റയർ സീരീസ്. അതാണ് കമ്പൈൻഡ് മീൻ. ഇത്രയേ ഉള്ളൂ. ഒന്നിൽ കൂടുതൽ സീരീസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ ഓരോ സീരീസിന്റെയും എക്സ് ബാറും നമ്പർ ഓഫ് ഐറ്റംസ് നമുക്ക് കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ക്യാൻ കാൽക്കുലേറ്റ് കമ്പൈൻഡ് മീൻ ഓഫ് ദോസ് സീരീസ്. അത് 2 സീരീസിന്റെ ആകാം, 3 സീരീസ് ആകാം. നമുക്ക് ഈസി ആയിട്ട് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. പക്ഷെ നമുക്ക് എന്തൊക്കെ കിട്ടണം? ഓരോ സീരീസിന്റെയും എക്സ് ബാർ, ഓരോ സീരീസിന്റെയും മീൻ നമുക്ക് കിട്ടണം. ഓരോ സീരീസിന്റെയും നമ്പർ നമുക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ സാധിക്കുള്ളൂ? കമ്പൈൻഡ് മീൻ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ കമ്പോണന്റ് സീരീസ്, ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസ് തന്നെ 2 or 3 കമ്പോണന്റ് സീരീസ് ഉണ്ടെങ്കിൽ അവയുടെ എക്സ് ബാറും എന്നും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ സാധിക്കും? എല്ലാ സീരീസിന്റെയും മൊത്തം കമ്പൈൻഡ് മീൻ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇതിപ്പം 1ാമത്തെ സീരീസിന്റെ എക്സ് ബാറ്, 1ാമത്തെ സീരീസിന്റെ നമ്പർ, അതേപോലെ 2ാമത്തെ സീരീസിന്റെ എക്സ് ബാറ്, 2ാമത്തെ സീരീസിന്റെ നമ്പർ. ഇപ്പൊ നമുക്ക് ഈ 2 സീരീസിന്റെയും കമ്പൈൻഡ് മീൻ കണക്കാക്കണമെങ്കിൽ 1ാമത്തെ സീരീസിന്റെ എക്സ് ബാർ, എക്സ് ബാർ 1, 1ാമത്തെ സീരീസിന്റെ ടോട്ടൽ നമ്പർ, 2ാമത്തെ സീരീസിന്റെ മീൻ, അരിത്തമെറ്റിക് മീൻ നമ്മൾ ഷോർട്ട് ഫോമിൽ എങ്ങനെ എഴുതി? 2ാമത്തെ സീരീസ് എന്ന് കാണിക്കാനാണ് എക്സ് ബാർ 2 എന്ന് എഴുതി. 2ാമത്തെ സീരീസിന്റെ നമ്പർ എന്ന് കാണിക്കാൻ നമ്മൾ എന്ത് എഴുതി? N2 എഴുതി. മനസ്സിലായല്ലോ? ഈ 2 സീരീസിന്റെയും കമ്പൈൻഡ് മീൻ കണക്കാക്കുന്നത് നോക്കിക്കോളൂ. കമ്പൈൻഡ് മീൻ ഈസ് ഈക്വൽ ടു എന്താണ്? 2 സീരീസിന്റെ ആണ്. 2 സീരീസ് നമുക്ക് കണക്കാക്കാം. കമ്പൈൻഡ് മീനിന്റെ എക്സ് ബാർ 1, 2. ഓക്കെ, ഇത് കമ്പൈൻഡ് സീരീസ് ഓഫ് 1 and 2 സീരീസ്. ഓക്കെ, എക്സ് ബാർ 1 into N1 പ്ലസ് എക്സ് ബാർ 2 into N2 ഡിവൈഡഡ് ബൈ N1 പ്ലസ് N2. ഈ ഫോർമുല ഉപയോഗിച്ചാണ് നമ്മൾ പ്രധാനമായിട്ടും കമ്പൈൻഡ് മീൻ കണക്കാക്കുന്നത്. എന്താണ് ഫോർമുല? എക്സ് ബാർ 1 N1 പ്ലസ് എക്സ് ബാർ 2 N2. എന്താണ് എക്സ് ബാർ N1? എക്സ് ബാർ 1 ഇൻറ്റു നമുക്ക് തന്നിരിക്കുന്ന 1ാമത്തെ സീരീസിന്റെ എക്സ് ബാറും നമ്പറും കൂടെ ആദ്യം ഗുണിക്കുക.
ദെൻ രണ്ടാമത്തെ സീരീസിന്റെ എക്സ് ബാറും മീൻ ഓക്കെ മീൻ ആൻഡ് നമ്പേഴ്സ് രണ്ടാമത് ഗുണിക്കുക. ആ ടോട്ടൽ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ടോട്ടൽ നമ്പർ കൊണ്ട് വൺ സീരീസിന്റെ നമ്പറും രണ്ടാമത്തെ സീരീസിന്റെ നമ്പറും കൂടെ ചേർത്ത് നമ്മൾ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കമ്പൈൻഡ് മീൻ നമുക്ക് കിട്ടും. ഇതേപോലെ എത്ര സീരീസിന്റെ വേണമെങ്കിലും നമുക്ക് കമ്പൈൻഡ് മീൻ കണക്കാക്കാനായിട്ട് സാധിക്കും. പക്ഷെ നമുക്ക് എന്ത് വേണം? ഓരോ സീരീസിന്റെയും എക്സ് ബാറും ആ സീരീസിന്റെ നമ്പറും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര സീരീസിന്റെ കമ്പൈൻഡ് മീനും കണക്കാക്കാനായിട്ട് സാധിക്കും. കണക്കാക്കുന്ന ഫോർമുല എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നതിനാണ് x bar 1 n1 plus x bar 2 n2 divided by n1 plus n2. എന്താണ് x bar 1 n1? അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. x bar മീൻ ഒന്നാമത്തെ സീരീസിന്റെ മീൻ ഇൻറ്റു ഒന്നാമത്തെ സീരീസിന്റെ നമ്പർ, രണ്ടാമത്തെ സീരീസിന്റെ മീൻ ഇൻറ്റു രണ്ടാമത്തെ സീരീസിന്റെ നമ്പർ. അപ്പൊ നമ്മൾ ആദ്യം ഓരോന്നും ഗുണിച്ച് വെച്ചിട്ട് അവയെ ടോട്ടൽ എടുക്കുക. ദെൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ. ഓക്കെ. ദെൻ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് 3 സീരീസ് തന്നിട്ടുണ്ടെന്ന് വെച്ചോളൂ. മൂന്നാമത്തെ സീരീസിന്റെ എക്സ് ബാർ 3 അതിന്റെ മീൻ, മൂന്നാമത്തെ സീരീസിന്റെ മീൻ എത്രയാണ്? എക്സ് ബാർ 3. ദെൻ മൂന്നാമത്തെ സീരീസിന്റെ നമ്പർ എത്രയാണ്? n3. എങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? വീണ്ടും നമ്മൾ എഴുതുകയാണ് ഇവിടെ. ഓക്കെ. പ്ലസ് എക്സ് ബാർ 3 ഇൻറ്റു n3 ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2 പ്ലസ് n3. അങ്ങനെ നമുക്ക് എത്ര സീരീസിന്റെ വേണമെങ്കിലും കമ്പൈൻഡ് മീൻ കണക്കാക്കാനായിട്ട് സാധിക്കും. നമുക്കൊരു ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാക്കും എങ്ങനെയാണ് കമ്പൈൻഡ് മീൻ ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് 2 സീരീസ് ആണെങ്കിൽ എന്താ ഫോർമുല പറഞ്ഞത്? നമ്മൾ ഓരോ സീരീസിന്റെയും എക്സ് ബാറും എന്നും കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് കമ്പൈൻഡ് മീൻ കണക്കാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട്ട് പോകാം. എങ്ങനെയാണ് കമ്പൈൻഡ് മീൻ ചെയ്യുക? ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ, ദ മീൻ ഏജ് ഓഫ് 40 സ്റ്റുഡൻസ് ഈസ് 16 ഇയേഴ്സ്. ഓക്കെ. 40 കുട്ടികളുടെ ആവറേജ് വയസ്സെന്ന് പറയുന്നത്, ഏജ് എന്ന് പറയുന്നത് 16. അപ്പം തന്നിരിക്കുന്നത് മീൻ ഏജ് ഓഫ് 14 സ്റ്റുഡൻസ്. അപ്പം തന്നിരിക്കുന്നത് n1 നമ്പർ 40 കുട്ടികളുടെ അവരുടെ മീൻ ഏജ് എത്രയാണ്? എക്സ് ബാർ 1 എത്രയാണ്? 16 എന്നറിഞ്ഞിട്ടുണ്ട്. ഓക്കെ. ദ മീൻ ഏജ് ഓഫ് 14 സ്റ്റുഡൻസ് ഈസ് 16 ആൻഡ് ദ മീൻ ഏജ് ഓഫ് അനദർ ഗ്രൂപ്പ് ഓഫ് 60 സ്റ്റുഡൻസ്. അടുത്ത രണ്ടാമത്തെ ഗ്രൂപ്പ് എത്ര സ്റ്റുഡൻസ് ആണ്? 60 സ്റ്റുഡൻസ് തന്നിട്ടുണ്ട്. അവരുടെ മെയിൻ ഏജ് എന്ന് പറയുന്നത് ഓക്കെ എക്സ് ബാർ 2 എന്ന് പറയുന്നത് എത്രയാണ്? 20 ഇയേഴ്സ്. ഇപ്പൊ ഈ 2 സീരീസിന്റെയും കമ്പൈൻഡ് മീൻ കണക്കാക്കാൻ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് കമ്പൈൻഡ് മീൻ കണക്കാക്കുന്നത്. എക്സ് ബാർ 1 2. ഇപ്പൊ 3 സീരീസ് ആണെങ്കിൽ എക്സ് ബാർ 1 2 3 എന്ന് നമ്മൾ എഴുതും. ഈസ് ഈക്വൽ ടു എന്താണ് ഫോർമുല പഠിച്ചിരുന്നത് നമ്മള്? എക്സ് ബാർ 1 n1 പ്ലസ് എക്സ് ബാർ 2 n2 ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2. നമുക്ക് അവിടെ നോക്കാം. എക്സ് ബാർ 1 16 into 40 plus then x2 20 into 60 divided by n1 plus n2 40 plus 60. ഓരോന്നും നമുക്ക് ചെയ്യാം. എങ്ങനെയാണ് നോക്കാം. 640 ഇവിടെ നമുക്ക് കൂട്ടുമ്പോൾ 640 കിട്ടും. ദെൻ അടുത്ത് നമുക്കിവിടെ പ്ലസ് 20 into 60 is equal to 1200. Okay, divided by 100 is equal to 1840 divided by 100 is equal to 18.4 ആണ് നമ്മുടെ കമ്പൈൻഡ് മീൻ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. എങ്ങനെ നമുക്ക് കമ്പൈൻഡ് മീൻ കിട്ടിയത്? ആദ്യം എക്സ് ബാർ 1 ഇൻറ്റു n1 എക്സ് ബാർ 2 ഇൻറ്റു n2 ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2. നമ്മൾ ആദ്യം തന്നെ ഫോർമുലയിലോ ആവശ്യപ്പെട്ടുള്ള എല്ലാം നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അവയെ ഗുണിച്ചിട്ട് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? കറക്റ്റ് ആൻസർ നമുക്ക് എക്സ് ബാർ 1 2 സീരീസിന്റെയും കമ്പൈൻഡ് മീൻ എത്രയാണ്? 18.4 എന്ന് കിട്ടും. ഈസിയാണ് കണക്കാക്കാൻ വേണ്ടി ഫോർമുല പഠിച്ചു വെച്ചേക്കാം. ഫോർമുല ഒരു പ്രാവശ്യം കൂടെ നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് 3 സീരീസ് ആണ് തരുന്നതെങ്കിൽ നമ്മുടെ ഫോർമുല എങ്ങനെയാണ്? ഫോർമുല 3 സീരീസ് ആണ് നമുക്ക് തരുന്നതെങ്കിൽ x bar 1 2 3 is equal to x bar 1 n1 plus x bar 2 n2 plus x bar 3 n3 divided by n1 plus n2 plus ആണ് 2 plus n3. ഓക്കെ. ഇതാണ് നമ്മുടെ കമ്പൈൻഡ് മീൻ ശരിയായിട്ട് കണക്കാക്കുന്ന ഫോർമുല. മനസ്സിലാവുക. 1-2 പ്രോബ്ലം കൂടെ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. ഓർമ്മിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ അതിൽ എന്താണ് എക്സ് ബാർ, എന്താണ്
നമ്പേഴ്സ് എന്ന കാര്യം കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക. എപ്പോഴും മാറിപ്പോകാറുണ്ട്. ചില കുട്ടികൾ എന്താ എഴുതും, എക്സ് ബാറിന് പകരം എന്നിന്റെ നമ്പർ എഴുതി വെക്കാറുണ്ടോ, അല്ലെങ്കിൽ എന്നിന് പകരം എക്സ് ബാറിന്റെ നമ്പർ എഴുതി വെച്ചാൽ ആകെ കൺഫ്യൂഷൻ ആയിട്ട് കണക്ക് തെറ്റിക്കും. ഏറ്റവും സിമ്പിൾ പ്രോബ്ലം ആണ്. ആദ്യം ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ഏതാണ് ആ ക്വസ്റ്റ്യനിലെ എന്താണ് എക്സ് ബാർ, മീൻ എത്രയാണെന്ന് കണ്ടുപിടിക്കുക, നമ്പർ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഓരോ സീരീസിനെ വെച്ച് എളുപ്പത്തിൽ കണക്കാക്കാനായിട്ട് സാധിക്കും. അടുത്ത് നമ്മൾ രണ്ടാമത്തെ സെഗ്മെന്റിലോട്ട് പോകുന്നു, കറക്ഷൻ ഇൻ മീൻ. എന്തെങ്കിലും തെറ്റ് പറ്റും, നമ്മൾ ഈ നമ്പേഴ്സ് ഒക്കെ എഴുതുമ്പോൾ, സീരീസിന്റെ നമ്പേഴ്സ് നമ്മൾ എടുത്തെഴുതുമ്പോൾ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ എക്സ് ബാർ അല്ലെങ്കിൽ ആ ആവറേജ് ശരിയാവില്ല, തെറ്റായിട്ടുള്ള ആവറേജ് ആണ് തന്നിരിക്കുന്നത് എങ്കിൽ നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും? നമ്മൾ തെറ്റായി ഏതെങ്കിലും വാല്യൂ എടുത്തിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ നമ്മൾ മൈനസ് ചെയ്യുകയും ശരിയായ വാല്യൂ നമ്മൾ ആഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, ആ മീൻ കറക്റ്റ് ചെയ്യണം. ഓക്കെ, കറക്ഷൻ ഇൻ മീൻ. നമ്മൾ അടുത്തോട്ട് പോകുന്നത് കറക്ഷൻ ഇൻ മീൻ. എങ്ങനെ നമുക്ക് മീൻ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും? ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോ ഒരു സീരീസ് എടുക്കുകയാണ്. സീരീസിന്റെ ഇതാണ് 2, 4, 6, 8, 10. ഇതാണ് എന്റെ സീരീസ്. ഇപ്പൊ ഞാൻ ഒരു കുട്ടിയുടെ മാർക്കാണെന്നോ എന്തോ വിചാരിച്ചോളൂ. ഞാൻ ഈ സീരീസിന്റെ എക്സ് ബാർ കണക്കാക്കാൻ പോവുകയാണ്. ഞാൻ ഈ സീരീസിന്റെ എക്സ് ബാർ കണക്കാക്കാൻ വേണ്ടി എന്തെടുത്തു, സിഗ്മ എക്സ് എനിക്ക് കണക്കാക്കണം. ആദ്യം സിഗ്മ എക്സ് കണക്കാക്കാൻ ഞാൻ 2 + 4 + 6 എന്ന നമ്പറിന് പകരം ഞാൻ അറിയാതെ 5 എടുത്തു പോയി. ഓക്കെ, 5 + 8 + 10 ഡിവൈഡഡ് ബൈ n ആണ്. ഓക്കെ, നമുക്ക് അടുത്ത് എക്സ് ബാർ സിഗ്മ എക്സ് 2, 4, 6, 11, 19, 29. നമുക്ക് കിട്ടിയത് എത്രയാണ്? 29 കിട്ടി നമുക്ക്. ദെൻ നമ്മള് n എത്രയാണ്? n = 1, 2, 3, 4, 5. നമുക്ക് ആൻസർ എടുക്കാം. എക്സ് ബാർ = 29 ഡിവൈഡഡ് ബൈ 5. ഈ നമ്പർ ഞാൻ നിങ്ങൾ മനസ്സിലാക്കുക. 6 എന്ന നമ്പറിന് വരെ അതായത് എന്തെടുത്തു, 5 എടുത്തു. നമുക്ക് കിട്ടിയിരിക്കുന്ന ടോട്ടൽ 29 ഡിവൈഡഡ് ബൈ 5 = 29 ഡിവൈഡഡ് ബൈ 5 നമുക്ക് കിട്ടുന്നത് 5.8 എന്നാണ്. ശരിക്കും ഇത് ശരിയായ ഒരു എക്സ് ബാർ ആണ്, ശരിയായ മീനാണ്. കാരണം ഇവിടെ ഞാൻ 6 എന്ന് എടുക്കുന്നതിന് പകരം എന്താ എടുത്തു പോയത് അറിയാതെ 5 ആണ് എടുത്തത്. അപ്പൊ അത് തെറ്റായിട്ടുള്ളതാണ്. നമുക്ക് എന്ത് ചെയ്യണം, പിന്നീട് മനസ്സിലായി നമ്മുടെ എടുത്ത സീരീസിന്റെ വാല്യൂസിൽ 6 എന്ന നമ്പർ എടുക്കുന്നതിന് പകരം ഞാൻ എന്തെടുത്തു പോയി, 5 എടുത്തു പോയി. അതെങ്ങനെ എനിക്ക് ഇനി കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും? ഇവിടുത്തെ നമുക്ക് നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് ഇപ്പൊ എങ്ങനെയാ തന്നിരിക്കുന്നത്? നിങ്ങൾക്ക് തന്നിരിക്കുന്ന വാല്യൂസിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെന്ന് വെച്ചോളൂ. നമ്മുടെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്ന വാല്യൂസിൽ നിങ്ങൾക്ക് കിട്ടിയ എക്സ് ബാർ 5.8 എന്ന എക്സ് ബാർ ആണ് നിങ്ങൾക്ക് കിട്ടിയത്. പക്ഷെ ആ 5 എക്സ് ബാർ എന്ന് പറയുന്നത് എന്താണ്, ഏതോ ഒരു സംഖ്യ 6 എന്നതിന് പകരം നമ്മൾ എന്തെടുത്തു പോയി, 6 എടുക്കുന്നതിന് പകരം നമ്മൾ എന്തെടുത്തു പോയി, 5 എന്ന വാല്യൂ ആണ് എടുത്തത്. എങ്കിൽ നിങ്ങൾ എങ്ങനെ ഇത് കറക്റ്റ് ചെയ്യും എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കും? നമുക്ക് കിട്ടിയിരിക്കുന്നത് എക്സ് ബാർ എത്ര നമ്പേഴ്സ് ഉണ്ടായിരുന്നു? 2, 4, 6, 8, 10 അല്ലെ? നമ്മുടെ സീരീസ് എത്ര ഉണ്ടായിരുന്നു? 2, 4, 6, 8, 10. മൊത്തം എത്ര ഫ്രീക്വൻസി എത്രയാണ്, നമ്പർ എത്രയാണ്? n = 5. എങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ കറക്റ്റ് ചെയ്യാൻ സാധിക്കും? ഇപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എങ്ങനെ നമ്മൾ ഇതിനെ കറക്റ്റ് ചെയ്യും? ഇത് ഇൻകറക്റ്റ് എക്സ് ബാർ ആണ് അല്ലെ? ഇത് തെറ്റായിട്ടുള്ള എക്സ് ബാർ ആണ്. അപ്പൊ നമ്മൾ ടോട്ടൽ ചെയ്തപ്പോ അവിടെ തെറ്റായ സിഗ്മ എക്സ് കിട്ടി. അവിടെ നമുക്ക് 29 ആണ് കിട്ടിയത്. അത് തെറ്റായ സിഗ്മ എക്സ് ആണ്. നമ്മൾ എങ്ങനെ നമ്മൾ അതിനെ കറക്റ്റ് ചെയ്യും? ഓക്കെ, നമുക്ക് ഇൻകറക്റ്റ് സിഗ്മ എക്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഇൻകറക്റ്റ് സിഗ്മ എക്സ് = x bar into n. x bar into n = 5.8 into 5 നിങ്ങൾക്ക് ആൻസർ നമ്മൾ നേരത്തെ കിട്ടിയ 29 കിട്ടും. നിങ്ങൾക്ക് മനസ്സിലാക്കാണ് ഞാൻ ആദ്യമേ അതിലോട്ട് പോയത്. ഓക്കെ, 29 എന്ന് കിട്ടും. ഇൻകറക്റ്റ് സിഗ്മ എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എക്സ് ബാർ, നമുക്ക് തെറ്റായിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന തെറ്റായ എക്സ് ബാർ ഇൻറ്റു n മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര 29. ഈ ഇൻകറക്റ്റ് സിഗ്മ എക്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. റോങ് ഐറ്റം മൈനസ് ചെയ്യണം. റോങ് ഐറ്റം നമ്മൾ മൈനസ് ചെയ്യുകയും കറക്റ്റ് ഐറ്റം നമ്മൾ ആഡ് ചെയ്യുകയും വേണം. റോങ് ഐറ്റം നമ്മൾ മൈനസ് ചെയ്യുകയും കറക്റ്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുകയും വേണം. എങ്ങനെ ചെയ്യാം? നമുക്ക് ആദ്യം ചെയ്യാം. ഇൻകറക്റ്റ് സിഗ്മ എക്സിൽ നമുക്ക് റോങ് ഐറ്റം മൈനസ് ചെയ്യാം. നമുക്ക് ഇൻകറക്റ്റ് സിഗ്മ എക്സ് എത്രയാണ്? 29 മൈനസ് റോങ് ഐറ്റം എത്രയായിരുന്നു? 5 അല്ലെ? തെറ്റായ ഐറ്റം 5 ആയിരുന്നു. 6 എടുക്കുന്നതിന് പകരം നമ്മൾ എന്തെടുത്തു പോയി? 5 എടുത്തു. സോ നമ്മൾ ആദ്യം അത് കുറച്ചതിന് ശേഷം
ദെൻ ശരിയായ ഐറ്റം 6 അല്ലേ ശരിയായി വരേണ്ടത്, 6 നമ്മൾ ആഡ് ചെയ്യുന്നു. ഈസ് ഈക്വൽ ടു 29 മൈനസ് 5 ഈസ് ഈക്വൽ ടു 24 പ്ലസ് 6 ഈസ് ഈക്വൽ ടു 30 കിട്ടും നിങ്ങൾക്ക്. അതാണ് കറക്റ്റ് സിഗ്മ എക്സ്. അപ്പോ കറക്റ്റ് സിഗ്മ എക്സ് ഈസ് ഈക്വൽ ടു 30. ദെൻ നമുക്ക് ശരിയായ എക്സ് ബാർ കണ്ടുപിടിക്കാം. എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ ഈസ് ഈക്വൽ ടു 30 ഡിവൈഡഡ് ബൈ 5 ഈസ് ഈക്വൽ ടു ആൻസർ നിങ്ങൾക്ക് എത്ര കിട്ടും, 6 എന്ന് കിട്ടും. എങ്ങനെ ചെയ്തത് നമ്മള് ആദ്യം നമ്മള് ഇൻകറക്റ്റ് സിഗ്മ എക്സ് കണ്ടുപിടിച്ചു, തെറ്റായ സിഗ്മ എക്സ് കണ്ടുപിടിച്ചു. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന എക്സ് ബാറും എന്നും കൂടെ ഗുണിച്ചപ്പോൾ നമുക്ക് ഇൻകറക്റ്റ് സിഗ്മ എക്സ് കിട്ടി. ഇൻകറക്റ്റ് സിഗ്മ എക്സിൽ നമ്മൾ എന്ത് കുറച്ചു, തെറ്റായ ഐറ്റത്തിന് നമ്മൾ കുറയ്ക്കുകയും ശരിയായ ഐറ്റത്തിന് നമ്മൾ കൂട്ടുകയും ചെയ്തു. കൂട്ടിയപ്പോൾ നമുക്ക് കറക്റ്റ് സിഗ്മ എക്സ് കിട്ടി. കറക്റ്റ് സിഗ്മ എക്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ശരിയായ എക്സ് ബാർ കണ്ടുപിടിച്ചു. ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മൾ എങ്ങനെയാണ്, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്കിത് ചെയ്ത് നോക്കാം, എങ്ങനെ നമുക്കിത് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഫോർമുല ഓർമ്മിച്ചിരിക്കാം. ഇൻകറക്റ്റ് സിഗ്മ എക്സ് മൈനസ് റോങ് ഐറ്റം പ്ലസ് കറക്റ്റ് ഐറ്റം. ഓക്കെ, ഇൻകറക്റ്റ് സിഗ്മ എക്സിൽ നിന്ന് തെറ്റായ ഐറ്റം കുറയ്ക്കുകയും ശരിയായ ഐറ്റം കൂട്ടുകയും വേണം. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ആവറേജ് മാർക്സ് സെക്യൂർഡ് ബൈ 50 സ്റ്റുഡൻസ്. ആവറേജ് മാർക്സ് സെക്യൂർഡ് ബൈ 50 സ്റ്റുഡൻസ്. അപ്പൊ n എത്രയാണ്, 50 കുട്ടികളുടെ മാർക്ക്. ആവറേജ് മാർക്ക് എന്ന് പറഞ്ഞത് എത്രയാണ്, 44. നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതാണ് എന്താണ്, 50 കുട്ടികളുടെ ആവറേജ് എന്ന് പറയുന്നത് 44. പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചു, ലേറ്റർ ഓൺ ഇറ്റ് വാസ് ഡിസ്കവേർഡ് ദാറ്റ് ദ സ്കോർ ഓഫ് 36, ഒരു കുട്ടിയുടെ മാർക്ക് 36 ആയിരുന്നു. പക്ഷെ അറിയാതെ എടുത്തുപോയത് എങ്ങനെയായിരുന്നു, 56 ആയിട്ട് എടുത്തു. ഓക്കെ, 36 കറക്റ്റ് ഐറ്റം. കറക്റ്റ് ഐറ്റം 36 ആയിരുന്നു. റോങ് എന്തായിരുന്നു, അറിയാതെ എടുത്തതായിരുന്നു 56. അപ്പൊ ക്വസ്റ്റ്യൻ ഇത്രേ തന്നിട്ടുള്ളൂ നമുക്ക്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ശരിയായ സിഗ്മ എക്സ് കണക്കാക്കുക. 44 ശരിയല്ല, തെറ്റാണ്. കാരണം 56 നമ്മൾ എടുത്തിരിക്കുന്നത്. എന്തെടുക്കണം പകരം, 36 എടുക്കും. 36 എടുക്കുന്നതിന് പകരം നമ്മൾ എടുത്തത് 56 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യണം, ഈ റോങ് ആയിട്ടുള്ള ഐറ്റം കുറയ്ക്കുകയും ശരിയായിട്ടുള്ള ഐറ്റം കൂട്ടുകയും വേണം. ഏതിൽ നിന്ന്, സിഗ്മ എക്സിൽ നിന്ന്. നമുക്ക് ആദ്യം ഇൻകറക്റ്റ് സിഗ്മ എക്സ് കണ്ടുപിടിക്കണം. ഇൻകറക്റ്റ് സിഗ്മ എക്സ് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്, എക്സ് ബാർ ഇൻറ്റു എൻ. എക്സ് ബാർ ഇൻറ്റു എൻ ഈസ് ഈക്വൽ ടു 44 ഇൻറ്റു 50 ഈസ് ഈക്വൽ ടു 2200. അപ്പൊ ഇത് തെറ്റായ സിഗ്മ എക്സ് ആണ്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, 2000 നമ്മൾ പഠിച്ച ഫോർമുല എന്തായിരുന്നു, ഇൻകറക്റ്റ് സിഗ്മ എക്സിൽ നിന്ന് ഏത് കുറയ്ക്കണം, തെറ്റായ ഐറ്റം കുറയ്ക്കണം, ശരിയായ ഐറ്റം കൂട്ടണം. സോ ഈസ് ഈക്വൽ ടു 2200 മൈനസ് 56 പ്ലസ് 36 ഈസ് ഈക്വൽ ടു 2200 മൈനസ് 56 പ്ലസ് 36 ഈസ് ഈക്വൽ ടു 2180. ഓക്കെ, 2180 നമുക്ക് കിട്ടി. ഇനി ശരിക്കുള്ള എക്സ് ബാർ നമുക്ക് കറക്റ്റ് എക്സ് ബാർ കണ്ടുപിടിക്കാം. 2180 ഡിവൈഡഡ് ബൈ 50 അല്ലെ, നമ്പർ എത്രയാണ്, 50 ഈസ് ഈക്വൽ ടു നമുക്ക് ശരിക്കുള്ള ആൻസർ വരേണ്ടത് 43.6. ഇതാണ് കറക്ഷൻ മീൻ. ഓക്കെ, കറക്ഷൻ മീൻ ഇത്രയേ ഉള്ളൂ. ആദ്യം നമ്മള് ഇൻകറക്റ്റ് സിഗ്മ എക്സ് കണ്ടുപിടിക്കേണ്ട രീതി, തെറ്റായ എക്സ് ബാർ ഇൻറ്റു എൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇൻകറക്റ്റ് ആയിട്ടുള്ള തെറ്റായിട്ടുള്ള സിഗ്മ എക്സ് കിട്ടും. ആ തെറ്റായിട്ടുള്ള സിഗ്മ എക്സിൽ നിന്ന് തെറ്റായ ഐറ്റം കുറയ്ക്കുക, റോങ് ഐറ്റം കുറയ്ക്കുകയും കറക്റ്റ് ഐറ്റം ആഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് ശരിയായ സിഗ്മ എക്സ് കിട്ടും. ഈ ശരിയായ സിഗ്മ എക്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്താ വിളിക്കണം, എക്സ് ബാർ കണ്ടുപിടിക്കുക. സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ അല്ലെ, സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ ഈസ് ഈക്വൽ ടു 2180 ഡിവൈഡഡ് ബൈ 50. അതാണ് കറക്ഷൻ ഇൻ മീൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് കുറെ പ്രോബ്ലംസ് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓരോന്നും ഞാൻ പറഞ്ഞത് ഇപ്പോഴാണ്, പരീക്ഷയ്ക്ക് പേപ്പർ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. പലപ്പോഴും തെറ്റായി എടുക്കും ഓരോ ഐറ്റവും. നമ്മൾ ഇപ്പം ഇവിടെ അറിയാതെ എടുക്കുന്നതാണ് എക്സ് ബാർ, അവിടെ അവർ അറിയാതെ 50 എടുക്കുകയും N 44 എടുക്കുകയും ചെയ്യും. അത് നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഐഡന്റിഫൈ ചെയ്യുക, ഇതിൽ ഏതാണ് ആവറേജ്.
മീൻ ഏതാണെന്ന് കണ്ടുപിടിക്കുക, ഏതാണ് നമ്പർ എന്ന് കണ്ടുപിടിച്ചാൽ ബാക്കി നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, മനസ്സിലായിരിക്കുന്നു. കമ്പൈൻഡ് മീനും കറക്ഷണൽ മീനും നമുക്കിനി കംപ്ലീറ്റ് ആകാൻ പോകും. മീൻ കംപ്ലീറ്റ് ആകാൻ പോകാൻ ആവറേജസിൽ അരിത്തമെറ്റിക് മീൻ കംപ്ലീറ്റ് ആയി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു ഓൾ.